പലപ്പോഴും ഈ ചിലപ്പോൾ കയറ്റിറക്ക് പ്രശ്നങ്ങളുണ്ട്, ചിലപ്പം ലാൻഡ് അക്വയർ ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്, ചിലപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിനകത്ത് വരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ വരുത്തുന്ന മുടക്കം, ഇത്തരം പല കാര്യങ്ങളും ചിലപ്പോൾ ലോൺ അക്വയർ ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ട് അനുവദിച്ച് കിട്ടാൻ, പഞ്ചായത്തിൻ്റെ ഒരു അനുമതി കിട്ടാൻ, ഒരു സമ്മതപത്രം കിട്ടാൻ, ഇങ്ങനെ പലപ്പോഴും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം പലരും പരിദേവനങ്ങളായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചെയ്തു തന്നില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ കുഞ്ഞു സംരംഭം മുടങ്ങി, എൻ്റെ വലിയ സംരംഭവും മുടങ്ങി, ഇത് രണ്ടും കേൾക്കുകയാണ്. അവിടെയാണ് സാധാരണ മനുഷ്യൻ ഈ കേരളത്തിലൊരു ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും ചേർന്ന് ഇതിനെ പിടിച്ച് തിന്നും എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഈ ഗവൺമെൻറ് വന്ന സാഹചര്യത്തിൽ ഞാൻ കുറച്ച് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയം ഒന്നും പറയുന്നതല്ല. പക്ഷേ പി രാജീവ് വ്യവസായ മന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്തത് മുഹമ്മദ് അനീഷും രാജമാണിക്യമായിരുന്നു അന്ന് വ്യവസായ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അവരൊരു ഓരോ മേഖലകളിൽ വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്നറിയാം. അവർ പല ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വ്യവസായ വകുപ്പിൻ്റെ കീഴിലല്ല പൊല്യൂഷൻ, അല്ലെങ്കിൽ മറ്റുള്ള ടാക്സ് വേറെയാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് വേറെയാണ്. പക്ഷേ ഇവരന്ന് മീറ്റിംഗ് വിളിച്ച് അന്ന് എന്നെയും അവിടെ വിളിച്ചിരുന്നു അഭിപ്രായത്തിന് വേണ്ടി. ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാസ്റ്റായിട്ടാണ് അന്ന് മിനിസ്റ്ററും ഈ രണ്ട് ഉദ്യോഗസ്ഥരും വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ സംവിധാനം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കളക്ടർ എടുത്ത് പോകും. ഏകജാലകത്തിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ലൈസൻസ്, പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ലൈസൻസ് കിട്ടും 2.5-3 വർഷം എന്തോ കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്തിൽ പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് പല സ്ഥലങ്ങളിൽ കംപ്ലയിൻറ്റ് വ്യവസായ വകുപ്പിൽ ഒരു പ്രത്യേക വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു അവസ്ഥ, ഒരു പ്രശ്നത്തിൽ അതിന് അറിവില്ലായ്മ കൊണ്ട് അവർ അതിലല്ലേ നടക്കുന്നുണ്ടാവാം. പഞ്ചായത്തിൽ പോയി നടന്നില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയാം, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഫീൽ. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ അതാത് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, നല്ല അറിവുള്ളവരുണ്ട്, നല്ല ജനങ്ങൾ പണ്ടത്തെ കൂടുതൽ കുറച്ചുകൂടി ജനകീയമായ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. നടക്കണം എന്ന് മാത്രമല്ല, നമ്മളെങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മുടെ സമീപനമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളൊരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തിൻ്റെ പുറകെ പോകാതെ എന്താണ് കുഴപ്പമുണ്ടായത്, ആ കുഴപ്പത്തിനെ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്ഷൻ കണ്ടെത്താത്തത്. അത് തീർച്ചയായിട്ടും വളരെ മാറിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. ഗവൺമെൻറ്റൊക്കെ ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ അപ്പോൾ പഠിക്കാമെന്നല്ലേ പറയുന്നത്. പഠിക്കുന്നു, അതിന് കമ്മിറ്റി ഉണ്ടാക്കുന്നു, പഠിക്കുന്നു, ആ കാര്യത്തിൽ പെട്ടെന്ന് ഓഡിറ്റ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു. അത് ജനങ്ങൾ തന്നെയാണ് എല്ലാ സിസ്റ്റത്തെയും മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതായിട്ടുണ്ട്. ചില സ്ഥലത്ത് അത് മോശമായിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകജാല വിൻഡോകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന എല്ലാ കാര്യവും നടക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചിലതൊക്കെ നമുക്ക് അങ്ങോട്ടുണ്ടായ ചില സമീപനങ്ങളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ, മന്ത്രി എല്ലാം നമുക്ക് കാണാനും സംസാരിക്കാനും പലരും സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മോശമാണെന്ന് എനിക്ക് പറയാം. എൻ്റെ അനുഭവം, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞില്ല, ഫുഡ് സേഫ്റ്റി ഇഷ്യൂവിൽ ഒരു വശത്ത് പ്രോബ്ലം ഉണ്ടാവും, വേറെ വശത്ത് നമുക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.